ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കോംപ്ലക്സ് വളത്തിനെ കുറിച്ച് പറയാനായിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന കവർ പൊട്ടിച്ച് മണ്ണാക്കി ഇളക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ബ്ലൂയിഷ് കളറുള്ള വളങ്ങൾ നിങ്ങൾ എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ബ്ലാക്ക് ഗ്രാനുവൽസും ഉണ്ടാവും. ബ്ലാക്ക് ഉറപ്പായിട്ടും ഡാപ്പാണ്. ഈ വളത്തിൻ്റെ പേര് എന്താണെന്ന് അറിയാൻ വേണ്ടി ഏകദേശം 1 മന്ത് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എവിടെ ഏത് നഴ്സറി ചെന്ന് ചോദിച്ചാലും അവർ പറയും അത് പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് അവർ അവിടുന്ന് വരുമ്പോഴേ എന്ന് വെച്ചാൽ പാക്ക് ചെയ്ത് വരുമ്പോഴേ അവരിട്ട് തരുന്ന ഒരു വളമാണ്, പേര് നമുക്കറിയത്തില്ല എന്ന് പറയും. അങ്ങനെ ഈ ചെടി എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നോക്കി അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത്, അപ്പോഴും അവർ കുറേ തമിഴും ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോഴും അവർ പറയും അത് പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് വളക്കടയിൽ ചോദിച്ചാൽ മതി, അന്നേരം അവർ തരുമെന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ വളക്കടയിൽ നമ്മളോട് അവർ പറയും ഏത് വളമാണെന്ന് പറഞ്ഞാലല്ലേ തരാൻ പറ്റൂ എന്ന് ചോദിക്കും. അങ്ങനെ കുറച്ച് നാളത്തെ ഒരു പരിശ്രമത്തിനൊടുവിൽ ഈ ചെടി എവിടെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ വളം മേടിക്കുന്ന കടയിലെ നമ്പർ കളക്ട് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം വളക്കടയിലെ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊരു കോംപ്ലക്സ് ഫെർട്ടിലൈസർ ആണെന്നും ഇതിനകത്ത് മെഗ്നീഷ്യം, സൾഫർ തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു മൈക്രോ ന്യൂട്രിയൻസ് കൂടിയാണ്. ഇത് ഫ്ലവറിന്റെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ക്വാളിറ്റി ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നും, എന്ന് പറഞ്ഞാൽ നല്ല ബഡ്സ് ഉണ്ടാവും, ഒത്തിരി ബഡ്സ് ഉണ്ടാവും, ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും. ഫ്ലവറിന്റെ ക്വാളിറ്റി ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതിനുവേണ്ടിയാണ് ഈ വളം യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. 5 സ്പൂൺ ഡാപ്പിലേക്ക് 1 സ്പൂൺ കോംപ്ലക്സ് ഫെർട്ടിലൈസർ എന്ന അളവിലാണ് എടുക്കേണ്ടത്. ഇനി ചെടിയുടെ സൈഡിലായിട്ട് ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഈ ഫെർട്ടിലൈസറിന്റെ കംപ്ലീറ്റ് പേര് ഇങ്ങനെയാണ്: NPK 12, 11, 18 കോംപ്ലക്സ് ഫെർട്ടിലൈസർ. അപ്പം നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട കുറച്ച് പൂക്കളൊക്കെ ഇല്ലേ, ഇതൊക്കെ എൻ്റെ സ്വന്തം പൂക്കളാണ് കേട്ടോ. ഞാൻ ഇത് മന്ത്ലി വൺസ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ സാധാരണ ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക് എന്നുള്ള ഒരു പോട്ട് മിക്സ് ഒക്കെ റെഡിയാക്കി അതിൽ നട്ട് കൊടുത്തതിന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കെമിക്കൽ വളം ചെയ്യാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെടി നടുന്നത് എന്തിനാണ്? നല്ല പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം നല്ല സൈസുള്ള പൂക്കളും നല്ല ക്വാളിറ്റിയുള്ള പൂക്കളും കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വളങ്ങൾ മന്ത്ലി വൺസ് എന്നുള്ള രീതിയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ചിലരൊക്കെ ചോദിക്കുമായിരിക്കും, അയ്യോ ഇതൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലേ, മണ്ണ് നാശമാവില്ലേ എന്നൊക്കെ. ശരിയാണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ മണ്ണ് നാശമാകും, കുറേ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പം. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് മേൽമണ്ണ് മാറ്റി പുതിയ മണ്ണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, അതുപോലെ തന്നെ മസ്റ്റേർഡ് കേക്ക് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. മണ്ണിൻ്റെ ക്വാളിറ്റി നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, എന്നും വീട്ടിലെ ഭക്ഷണം കഴിക്കുമോ നമ്മൾ? ഇല്ലല്ലോ. ഇടയ്ക്ക് പോയിട്ട് ജങ്ക് ഫുഡും കഴിക്കാറില്ലേ? അത്രയ്ക്കങ്ങ് വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അടുത്ത റോസ് വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.